യുഎസിലെയും ഇന്ത്യയിലെയും അന്വേഷണ ഏജൻസികൾ സംയുക്തമായി നടത്തിയ നീക്കത്തിൽ സൈബർ തട്ടിപ്പ് സംഘത്തെ പിടികൂടി. യുഎസ് പൗരന്മാരെ പറ്റിച്ച് $4 കോടി, ഏകദേശം 350 കോടി രൂപ തട്ടിയെടുത്ത സംഘമാണ് വലയിലായത്. ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ച ഇന്ത്യയിലെ യുഎസ് എംബസി സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് നിർണായകമാണെന്നും വ്യക്തമാക്കി. 2023 മുതൽ യുഎസ് പൗരന്മാരെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തിയിരുന്ന സംഘമാണ് ഓപ്പറേഷൻ ചക്ര എന്ന ദൗത്യത്തിൽ പിടിയിലായത്. അമൃത്സർ, ഡൽഹി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സംഘത്തിലെ പ്രധാനികളായ 3 പേർ അറസ്റ്റിലായിരുന്നു. 54 ലക്ഷം രൂപ ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. യുഎസ് പൗരന്മാരുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കടന്നുകയറി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. സാങ്കേതിക സഹായം ലഭ്യമാക്കാനെന്ന പേരിൽ ഇവരെ ബന്ധപ്പെട്ടായിരുന്നു നീക്കം. ബാങ്ക് വിവരങ്ങൾ ചോർന്നുവെന്നും അക്കൗണ്ടിലെ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ച ശേഷം പണം ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ മാസം 18-ന് CBI ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അമൃത്സറിൽ നടന്ന പരിശോധനയിൽ അനധികൃത കോൾ സെന്റർ കണ്ടെത്തുകയും 34 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിനായി ഇന്റർപോളിന്റെയും FBI-യുടെയും പിന്തുണ CBI തേടിയിരുന്നു. യുഎസിലെ മിനിസോഡ സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ 2 കുട്ടികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. മിനിയാപോളിസ് നഗരത്തിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്കു നേരെയാണ് വെടിവയ്പുണ്ടായത്. അക്രമി പിന്നീട് ജീവനൊടുക്കിയെന്ന് പോലീസ് പറഞ്ഞു. 395 വിദ്യാർത്ഥികളുള്ള ഒരു സ്വകാര്യ എലമെന്ററി സ്കൂളാണിത്. മിനിസോട്ടയിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അക്രമത്തിൽ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഇവർ ചികിത്സയിൽ തുടരുന്നു. ചിലരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. സിറ്റിയുടെ കിഴക്ക് സെയ്ത്തൂൺ, സബ്ര, ഷെജിയ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടർന്നു. 4 വയസ്സുള്ള പെൺകുട്ടിയടക്കം 32 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ഉന്നത നേതാവ് മഹ്മൂദ് അൽ അസ്വദിനെ വധിച്ചതായും ഇസ്രയേൽ സേന അവകാശപ്പെട്ടു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഇബാദ് അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത്. പിന്നീട് ജബാലിയയിലേക്ക് പിൻവാങ്ങി. പട്ടിണി മൂലം ഇന്നലെ 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 119 കുട്ടികളടക്കം 313 ആയി. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62,895 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിനിടെ പലസ്തീൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നു. യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ചയെന്നാണ് സൂചന. വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഇസ്രയേൽ നഗരങ്ങളിൽ ഇന്നലെയും തുടർന്നു. അതേസമയം സിറിയയിലെ ഡമസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 6 സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു. യുഎസിൽ 16-കാരൻ ജീവനൊടുക്കിയതിന് കാരണം ChatGPT ആണെന്നാരോപിച്ച് OpenAIക്കെതിരെ മാതാപിതാക്കൾ കോടതിയിൽ. നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത ചാറ്റ്ബോട്ടായ ChatGPT മകൻ ആദം റെയ്നിനെ മരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാരോപിച്ച് മാതാപിതാക്കളായ മാറ്റ് റെയ്നും മരിയ കമ്പനിക്കെതിരെ കാലിഫോർണിയ കോടതിയെ സമീപിച്ചു. ഏപ്രിലിൽ ജീവനൊടുക്കിയ ആദം ChatGPTയുമായി നടത്തിയ ചാറ്റുകൾ തെളിവായി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ വർഷാവസാനം സ്കൂൾ പഠനത്തിന് സഹായമായിട്ടാണ് ആദം ChatGPT ഉപയോഗിച്ചു തുടങ്ങിയത്. ചാറ്റ്ബോട്ടുമായി അടുപ്പം സ്ഥാപിച്ചതോടെ കഴിഞ്ഞ ജാനുവരിയിൽ ആത്മഹത്യയെപ്പറ്റി ചർച്ച ചെയ്തു തുടങ്ങി. കുട്ടിയെ തടയുന്നതിന് പകരം ചാറ്റ്ബോട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് കേസ്. അവസാന ചാറ്റുകളിൽ ആദം താൻ ജീവൻ ഒടുക്കാൻ പോകുന്നുവെന്ന് ChatGPTയോട് വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ മരണത്തിന് ശേഷം മാതാപിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റുകൾ കണ്ടത്. ആളുകളിൽ മാനസിക വിധേയത്വം ഉണ്ടാക്കാൻ വിധമാണ് ChatGPT രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാരോപിക്കുന്ന കേസിൽ OpenAI CEO സാം ഓൾട്ട്മാനാണ് മുഖ്യപ്രതി. മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ OpenAI കേസ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിശദീകരിച്ചു. തീവ്ര മാനസിക സംഘർഷങ്ങളിൽ ChatGPTയെ ആശ്രയിക്കരുതെന്ന് OpenAIയുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അടിയന്തര ഘട്ടത്തിൽ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനുള്ള ഹെൽപ്പ് ലൈൻ US-ലും UK-യിലും ആരംഭിച്ചതായും കമ്പനി വ്യക്തമാക്കി.
43 ലക്ഷം രൂപ നൽകി ഉടുതുണിന്നില്ലാതെ അവധിക്കാലം ആഘോഷിക്കാൻ ബിഗ് ന്യൂഡ് ബോട്ടുമായി US ആസ്ഥാനമായ ബെയർ നെസസിറ്റീസ് എന്ന കമ്പനി. ഫ്ലോറിഡയിലെ മയാമിയിൽ ആഡംബര കപ്പലിലാണ് വസ്ത്രം ധരിക്കാതെയുള്ള വിനോദസഞ്ചാരം. അടുത്തിടെ നിർത്തിവെച്ച ആഘോഷം 2026 വീണ്ടും ആരംഭിക്കുകയാണെന്ന് കമ്പനി അറിയിച്ചു. വസ്ത്രങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ബീച്ചുകളിൽ ഓടിക്കളിക്കാനും കോക്ടെയിൽ കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത്. 2300 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫ്ലോട്ടിംഗ് പ്ലേഗ്രൗണ്ടാണ് നോർവീജിയൻ പേൾ എന്ന ക്രൂയിസ് കപ്പൽ. 16 റെസ്റ്റോറന്റുകൾ, 14 ബാറുകൾ, 2 ബോളിംഗ് ലെയിനുകൾ, ഒരു കാസിനോ, ഒരു സ്പാ, ഗാർഡൻ വില്ലകൾ എന്നിവയും കപ്പലിലുണ്ട്. പൂളുകൾക്കും ഡാൻസ് ഫ്ലോറുകൾക്കും ചുറ്റും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ് നിബന്ധന. കപ്പലിന്റെ നിയമമനുസരിച്ച് പെരുമാറിയില്ല എങ്കിൽ അടുത്ത തുറമുഖത്ത് കപ്പലിൽ നിന്നും ഇറക്കിവിടും. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്രൂയിസിലെ ടിക്കറ്റ് വില 43 ലക്ഷം രൂപ വരെ എത്തിയേക്കാം. എന്നാൽ ഇത്രയധികം പണം നൽകേണ്ടതിനാൽ പലരും വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്. അതേസമയം കപ്പലിന്റെ ഡൈനിംഗ് ഹാളുകളിലും ക്യാപ്റ്റന്റെ സ്വീകരണത്തിലും സാംസ്കാരിക ആഘോഷങ്ങളിലും കപ്പൽ തുറമുഖത്തെത്തുമ്പോഴുമെല്ലാം വസ്ത്രം നിർബന്ധമാണ്. വാട്സാപ്പ് വഴി കോപ്പിയടിച്ചത് പിടിച്ചതെ തുടർന്ന് 2027 വരെ പരീക്ഷ എഴുതാൻ കേരള സർവകലാശാല വിലക്കിയ SFI നേതാവിന് അതേ കോളേജിൽ വീണ്ടും പ്രവേശനം നൽകിയെന്ന് പരാതി. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥിയായിരുന്ന MP ആദർശിനാണ് കഴിഞ്ഞ ദിവസം സ്പോട്ട് അഡ്മിഷനിൽ അതേ കോളേജിൽ BSc കെമിസ്ട്രിക്ക് പ്രവേശനം നൽകിയത്. 2016 BScക്ക് ചേർന്ന ആദർശിനെ കഴിഞ്ഞ മാർച്ചിൽ സപ്ലിമെന്ററി പരീക്ഷയിൽ കോപ്പിയടിച്ചതിനെ തുടർന്നാണ് വിലക്കിയത്. SSFI മുൻ ഏരിയ സെക്രട്ടറിയാണ്. ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി സുഹൃത്തിന് അയച്ചുകൊടുത്ത് ഉത്തരങ്ങൾ വാങ്ങുകയായിരുന്നു. കഴക്കൂട്ടം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആദർശിനെ പിടികൂടിയത്. എഴുതിയ പരീക്ഷകൾ സർവകലാശാലയുടെ അച്ചടക്ക സമിതി റദ്ദാക്കി. 2025 മുതൽ 2 വർഷത്തേക്ക് സർവകലാശാലയുടെ പരീക്ഷകൾ എഴുതുന്നത് വിലക്കുകയും ചെയ്തു. BSc സ്റ്റാറ്റിസ്റ്റിക്സിന് പഠിച്ച കാലയളവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് ആദർശ് അപേക്ഷ നൽകിയിട്ടുണ്ട്. പുനർപ്രവേശനം റദ്ദാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്കും നിവേദനം നൽകി. പഠനമുപേക്ഷിച്ച പലരും പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി വഴിമാറ്റി രാഷ്ട്രീയ പ്രവർത്തന ലക്ഷ്യം വെച്ച് കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നതായി പരാതിയുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ യുവതി ദുരിതത്തിലാണ്. കാട്ടാക്കട കിള്ളിത്തൊളിക്കോട്ട് കോണം റസിയ മൻസിലിൽ സുമയ്യയാണ് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നത്. 2023 മാർച്ച് 22-ന് സുമയ്യയുടെ തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഡോക്ടർ രാജീവ് കുമാരിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ എന്ന് സുമയ്യ പറഞ്ഞു. 8 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു. കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു. ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മുതൽ ശ്വാസം മുട്ടലും കിതപ്പുമുണ്ടായി. നടക്കാനും വീട്ടുജോലിക്കും പ്രയാസമായി. അസ്വസ്ഥത തുടർന്നതിനാൽ സ്വകാര്യ ലാബിലെ ജോലി ഉപേക്ഷിച്ചു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. ഫലമുണ്ടായില്ല. കഴിഞ്ഞ മാർച്ചിൽ കടുത്ത ചുമയായി. മരുന്നുകൊണ്ട് ഫലമുണ്ടായില്ല. തുടർന്ന് വീടിന് സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു. നെഞ്ചിനുള്ളിൽ എന്തോ അസ്വാഭാവികമായി കാണുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടൻ എക്സ്റേയുമായി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ കണ്ടു. മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. മറ്റു ശസ്ത്രക്രിയകൾക്ക് വിധേയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിലേക്ക് റെഫർ ചെയ്തു. അവിടെ എക്സ്റേ എടുത്ത് പരിശോധിച്ച ഡോക്ടർ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച ഗൈഡ് വയറാണ് അകത്ത് കിടക്കുന്നതെന്നും ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യാമെന്നും പറഞ്ഞു. അതിന് മുന്നോടിയായി CT സ്കാൻ എടുത്തു. ഈ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഗൈഡ് വയർ നീക്കം ചെയ്യാനാകില്ല എന്ന് മനസ്സിലാവുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനുള്ള സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. ഗൈഡ് വയർ തിരികെ എടുക്കാത്തതിനാൽ രക്തത്തിലൂടെ നെഞ്ചിലെത്തിയെന്നാണ് നിഗമനം. ധമനികളുമായി ഒട്ടിച്ചേർന്ന ഗൈഡ് വയർ ഇനി തിരികെ എടുത്താൽ ഹൃദയത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അവർ അറിയിച്ചു. സുമയ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. ആശുപത്രിക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ സദാശിവൻ പറഞ്ഞു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ നെടുമാങ്ങട് തൊളിക്കോട് സ്വദേശി 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് തലനാരിഴയ്ക്കാണ്. തിങ്കളാഴ്ച നടന്ന അപ്പൻഡിക്സ് ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിക്ക് അമിത രക്തസ്രാവം ഉണ്ടായി. ഇത് നിയന്ത്രിക്കാനായില്ല. ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശ്രീചിത്രയിൽ നിന്നും വാസ്കുലാർ സർജന്റെ സേവനം തേടിയെങ്കിലും ലഭിച്ചില്ല. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിലെ വാസ്കുലാർ സർജനെ വിളിച്ചുവരുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നടത്തിയ ചികിത്സയിലാണ് ജീവൻ രക്ഷിച്ചത്. ഇന്നലെ കുട്ടിയെ ജനറൽ ഹോസ്പിറ്റലിൽ തിരികെ എത്തിച്ചു. ഇപ്പോൾ സർജറി ICUവിലാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് സ്വകാര്യ ആശുപത്രിയിലെ ചെലവുകൾ വഹിച്ചത്.
കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. പുതിയ ബ്ലോക്കിലെ തടവുകാരൻ UT ദിനേശിൽ നിന്നാണ് ഫോൺ പിടിച്ചെടുത്തത്. സെല്ലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ നിരവധി ഫോണുകളാണ് ജയിലിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു. US-ലെയും ഇന്ത്യയിലെയും അന്വേഷണ ഏജൻസികൾ സംയുക്തമായി നടത്തിയ നീക്കത്തിൽ സൈബർ തട്ടിപ്പ് സംഘത്തെ പിടികൂടി. US പൗരന്മാരെ പറ്റിച്ച് $4 കോടി, ഏകദേശം 350 കോടി രൂപ തട്ടിയെടുത്ത സംഘമാണ് വലയിലായത്. ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ച ഇന്ത്യയിലെ US എംബസി സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് നിർണായകമാണെന്നും വ്യക്തമാക്കി. 2023 മുതൽ US പൗരന്മാരെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തിയിരുന്ന സംഘമാണ് ഓപ്പറേഷൻ ചക്ര എന്ന ദൗത്യത്തിൽ പിടിയിലായത്. അമൃത്സർ, ഡൽഹി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സംഘത്തിലെ പ്രധാനികളായ 3 പേർ അറസ്റ്റിലായിരുന്നു. 54 ലക്ഷം രൂപ ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. US പൗരന്മാരുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കടന്നുകയറി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. സാങ്കേതിക സഹായം ലഭ്യമാക്കാനെന്ന പേരിൽ ഇവരെ ബന്ധപ്പെട്ടായിരുന്നു നീക്കം. ബാങ്ക് വിവരങ്ങൾ ചോർന്നുവെന്നും അക്കൗണ്ടിലെ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ച ശേഷം പണം ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ മാസം 18-ന് CBI ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അമൃത്സറിൽ നടന്ന പരിശോധനയിൽ അനധികൃത കോൾ സെന്റർ കണ്ടെത്തുകയും 34 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിനായി ഇന്റർപോളിന്റെയും FBI-യുടെയും പിന്തുണ CBI തേടിയിരുന്നു. US-ലെ മിനിസോഡ സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ 2 കുട്ടികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. മിനിയാപോളിസ് നഗരത്തിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്കു നേരെയാണ് വെടിവയ്പുണ്ടായത്. അക്രമി പിന്നീട് ജീവനൊടുക്കിയെന്ന് പോലീസ് പറഞ്ഞു. 395 വിദ്യാർത്ഥികളുള്ള ഒരു സ്വകാര്യ എലമെന്ററി സ്കൂളാണിത്. മിനിസോട്ടയിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അക്രമത്തിൽ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഇവർ ചികിത്സയിൽ തുടരുന്നു. ചിലരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. സിറ്റിയുടെ കിഴക്ക് സെയ്ത്തൂൺ, സബ്ര, ഷെജിയ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടർന്നു. 4 വയസ്സുള്ള പെൺകുട്ടിയടക്കം 32 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ഉന്നത നേതാവ് മഹമ്മൂദ് അൽ അസ്വദിനെ വധിച്ചതായും ഇസ്രയേൽ സേന അവകാശപ്പെട്ടു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഇബാദ് അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത്. പിന്നീട് ജബാലിയയിലേക്ക് പിൻവാങ്ങി. പട്ടിണി മൂലം ഇന്നലെ 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 119 കുട്ടികളടക്കം 313 ആയി. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62,895 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിനിടെ പലസ്തീൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നു. യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ചയെന്നാണ് സൂചന. വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഇസ്രയേൽ നഗരങ്ങളിൽ ഇന്നലെയും തുടർന്നു. അതേസമയം സിറിയയിലെ ഡമസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 6 സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു. US-ൽ 16-കാരൻ ജീവനൊടുക്കിയതിന് കാരണം ചാറ്റ് GPT ആണെന്നാരോപിച്ച് OpenAI-ക്കെതിരെ മാതാപിതാക്കൾ കോടതിയിൽ. നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത ചാറ്റ്ബോട്ടായ ചാറ്റ് GPT മകൻ ആദം റെയ്നിനെ മരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാരോപിച്ച് മാതാപിതാക്കളായ മാറ്റ് റെയ്നും മരിയ കമ്പനിക്കെതിരെ കാലിഫോർണിയ കോടതിയെ സമീപിച്ചു. ഏപ്രിലിൽ ജീവനൊടുക്കിയ ആദം ചാറ്റ് GPT-യുമായി നടത്തിയ ചാറ്റുകൾ തെളിവായി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ വർഷാവസാനം സ്കൂൾ പഠനത്തിന് സഹായമായിട്ടാണ് ആദം ചാറ്റ് GPT ഉപയോഗിച്ചു തുടങ്ങിയത്. ചാറ്റ്ബോട്ടുമായി അടുപ്പം സ്ഥാപിച്ചതോടെ കഴിഞ്ഞ ജാനുവരിയിൽ ആത്മഹത്യയെപ്പറ്റി ചർച്ച ചെയ്തു തുടങ്ങി. കുട്ടിയെ തടയുന്നതിന് പകരം ചാറ്റ്ബോട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് കേസ്. അവസാന ചാറ്റുകളിൽ ആദം താൻ ജീവൻ ഒടുക്കാൻ പോകുന്നുവെന്ന് ചാറ്റ് GPT-യോട് വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ മരണത്തിന് ശേഷം മാതാപിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റുകൾ കണ്ടത്. ആളുകളിൽ മാനസിക വിധേയത്വം ഉണ്ടാക്കാൻ വിധമാണ് ചാറ്റ് GPT രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാരോപിക്കുന്ന കേസിൽ OpenAI CEO സാം ഓൾട്ട്മാനാണ് മുഖ്യപ്രതി.
മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ OpenAI കേസ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിശദീകരിച്ചു. തീവ്ര മാനസിക സംഘർഷങ്ങളിൽ ChatGPTയെ ആശ്രയിക്കരുതെന്ന് OpenAIയുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അടിയന്തര ഘട്ടത്തിൽ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനുള്ള ഹെൽപ്പ് ലൈൻ US-ലും UK-യിലും ആരംഭിച്ചതായും കമ്പനി വ്യക്തമാക്കി. 43 ലക്ഷം രൂപ നൽകി ഉടുതുണിന്നില്ലാതെ അവധിക്കാലം ആഘോഷിക്കാൻ ബിഗ് ന്യൂഡ് ബോട്ടുമായി US ആസ്ഥാനമായ ബെയർ നെസസിറ്റീസ് എന്ന കമ്പനി ഫ്ലോറിഡയിലെ മയാമിയിൽ ആഡംബര കപ്പലിലാണ് വസ്ത്രം ധരിക്കാതെയുള്ള വിനോദസഞ്ചാരം. അടുത്തിടെ നിർത്തിവച്ച ആഘോഷം 2026-ൽ വീണ്ടും ആരംഭിക്കുകയാണെന്ന് കമ്പനി അറിയിച്ചു. വസ്ത്രങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ബീച്ചുകളിൽ ഓടിക്കളിക്കാനും കോക്ടെയിൽ കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത്. 2300 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫ്ലോട്ടിംഗ് പ്ലേഗ്രൗണ്ടാണ് നോർവീജിയൻ പേൾ എന്ന ക്രൂയിസ് കപ്പൽ. 16 റെസ്റ്റോറന്റുകൾ, 14 ബാറുകൾ, 2 ബോളിംഗ് ലെയിനുകൾ, ഒരു കാസിനോ, ഒരു സ്പാ, ഗാർഡൻ വില്ലകൾ എന്നിവയും കപ്പലിലുണ്ട്. പൂളുകൾക്കും ഡാൻസ് ഫ്ലോറുകൾക്കും ചുറ്റും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ് നിബന്ധന. കപ്പലിന്റെ നിയമമനുസരിച്ച് പെരുമാറിയില്ല എങ്കിൽ അടുത്ത തുറമുഖത്ത് കപ്പലിൽ നിന്നും ഇറക്കിവിടും. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്രൂയിസിലെ ടിക്കറ്റ് വില 43 ലക്ഷം രൂപ വരെ എത്തിയേക്കാം. എന്നാൽ ഇത്രയധികം പണം നൽകേണ്ടതിനാൽ പലരും വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്. അതേസമയം കപ്പലിന്റെ ഡൈനിംഗ് ഹാളുകളിലും ക്യാപ്റ്റന്റെ സ്വീകരണത്തിലും സാംസ്കാരിക ആഘോഷങ്ങളിലും കപ്പൽ തുറമുഖത്തെത്തുമ്പോഴുമെല്ലാം വസ്ത്രം നിർബന്ധമാണ്. വാട്സാപ്പ് വഴി കോപ്പിയടിച്ചത് പിടിച്ചതെ തുടർന്ന് 2027 വരെ പരീക്ഷ എഴുതാൻ കേരള സർവകലാശാല വിലക്കിയ SFI നേതാവിന് അതേ കോളേജിൽ വീണ്ടും പ്രവേശനം നൽകിയെന്ന് പരാതി. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥിയായിരുന്ന MP ആദർശിനാണ് കഴിഞ്ഞ ദിവസം സ്പോട്ട് അഡ്മിഷനിൽ അതേ കോളേജിൽ BSc കെമിസ്ട്രിക്ക് പ്രവേശനം നൽകിയത്. 2016-ൽ BScക്ക് ചേർന്ന ആദർശിനെ കഴിഞ്ഞ മാർച്ചിൽ സപ്ലിമെന്ററി പരീക്ഷയിൽ കോപ്പിയടിച്ചതിനെ തുടർന്നാണ് വിലക്കിയത്. SSFI മുൻ ഏരിയ സെക്രട്ടറിയാണ്. ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി സുഹൃത്തിന് അയച്ചുകൊടുത്ത് ഉത്തരങ്ങൾ വാങ്ങുകയായിരുന്നു. കഴക്കൂട്ടം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആദർശിനെ പിടികൂടിയത്. എഴുതിയ പരീക്ഷകൾ സർവകലാശാലയുടെ അച്ചടക്ക സമിതി റദ്ദാക്കി. 2025 മുതൽ 2 വർഷത്തേക്ക് സർവകലാശാലയുടെ പരീക്ഷകൾ എഴുതുന്നത് വിലക്കുകയും ചെയ്തു. BSc സ്റ്റാറ്റിസ്റ്റിക്സിന് പഠിച്ച കാലയളവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് ആദർശ് അപേക്ഷ നൽകിയിട്ടുണ്ട്. പുനർപ്രവേശനം റദ്ദാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്കും നിവേദനം നൽകി. പഠനം ഉപേക്ഷിച്ച പലരും പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി വഴിമാറ്റി രാഷ്ട്രീയ പ്രവർത്തന ലക്ഷ്യം വെച്ച് കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നതായി പരാതിയുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ യുവതി ദുരിതത്തിലാണ്. കാട്ടാക്കട കിള്ളിത്തൊളിക്കോട്ടുകോണം റസിയ മൻസിലിൽ സുമയ്യയാണ് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നത്. 2023 മാർച്ച് 22-ന് സുമയ്യയുടെ തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഡോക്ടർ രാജീവ് കുമാരിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ എന്ന് സുമയ്യ പറഞ്ഞു. 8 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു. കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു. ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മുതൽ ശ്വാസം മുട്ടലും കിതപ്പുമുണ്ടായി. നടക്കാനും വീട്ടുജോലിക്കും പ്രയാസമായി. അസ്വസ്ഥത തുടർന്നതിനാൽ സ്വകാര്യ ലാബിലെ ജോലി ഉപേക്ഷിച്ചു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. ഫലമുണ്ടായില്ല. കഴിഞ്ഞ മാർച്ചിൽ കടുത്ത ചുമയായി. മരുന്നുകൊണ്ട് ഫലമുണ്ടായില്ല. തുടർന്ന് വീടിന് സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു. നെഞ്ചിനുള്ളിൽ എന്തോ അസ്വാഭാവികമായി കാണുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടൻ എക്സ്റേയുമായി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ കണ്ടു. മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. മറ്റു ശസ്ത്രക്രിയകൾക്ക് വിധേയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിലേക്ക് റെഫർ ചെയ്തു. അവിടെ എക്സ്റേ എടുത്ത് പരിശോധിച്ച ഡോക്ടർ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച ഗൈഡ് വയറാണ് അകത്ത് കിടക്കുന്നതെന്നും ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യാമെന്നും പറഞ്ഞു. അതിന് മുന്നോടിയായി CT സ്കാൻ എടുത്തു. ഈ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഗൈഡ് വയർ നീക്കം ചെയ്യാനാകില്ല എന്ന് മനസ്സിലാവുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനുള്ള സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. ഗൈഡ് വയർ തിരികെ എടുക്കാത്തതിനാൽ രക്തത്തിലൂടെ നെഞ്ചിലെത്തിയെന്നാണ് നിഗമനം. ധമനികളുമായി ഒട്ടിച്ചേർന്ന ഗൈഡ് വയർ ഇനി തിരികെ എടുത്താൽ ഹൃദയത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അവർ അറിയിച്ചു. സുമയ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. ആശുപത്രിക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ സദാശിവൻ പറഞ്ഞു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ നെടുമാങ്ങട് തൊളിക്കോട് സ്വദേശി 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് തലനാരിഴയ്ക്കാണ്. തിങ്കളാഴ്ച നടന്ന അപ്പൻഡിക്സ് ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിക്ക് അമിത രക്തസ്രാവം ഉണ്ടായി. ഇത് നിയന്ത്രിക്കാനായില്ല. ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശ്രീചിത്രയിൽ നിന്നും വാസ്കുലാർ സർജന്റെ സേവനം തേടിയെങ്കിലും ലഭിച്ചില്ല. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിലെ വാസ്കുലാർ സർജനെ വിളിച്ചുവരുത്തി.
അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നടത്തിയ ചികിത്സയിലാണ് ജീവൻ രക്ഷിച്ചത്. ഇന്നലെ കുട്ടിയെ ജനറൽ ഹോസ്പിറ്റലിൽ തിരികെ എത്തിച്ചു. ഇപ്പോൾ സർജറി ICUവിലാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് സ്വകാര്യ ആശുപത്രിയിലെ ചെലവുകൾ വഹിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. പുതിയ ബ്ലോക്കിലെ തടവുകാരൻ UT ദിനേശിൽ നിന്നാണ് ഫോൺ പിടിച്ചെടുത്തത്. സെല്ലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ നിരവധി ഫോണുകളാണ് ജയിലിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു. ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവ ഭത്ത പ്രഖ്യാപിച്ചു. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി 225 രൂപ വീതം എക്സ്ഗ്രേഷ്യ ലഭിക്കും. ഇത്തവണ 250 രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 425 ഫാക്ടറികളിലെ 13,835 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. എല്ലാവർക്കും 250 രൂപയുടെ വീതം അരിയും വിതരണം ചെയ്യും. ഇതിനായി 3.46 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവഭത്ത വർദ്ധിപ്പിച്ചു. ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവഭത്ത 500 രൂപ ഉയർത്തി 7,500 രൂപ ലഭിക്കും. പെൻഷൻകാർക്കുള്ള ഉത്സവഭത്ത 250 രൂപയിൽ നിന്ന് 2,750 രൂപയായി വർദ്ധിപ്പിച്ചു. 37,000 സജീവ അംഗങ്ങൾക്കും 8,700 പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. ഇതിനായി 30 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി 1000 രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും. 2,149 തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ 21.49 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവ ഭത്ത 250 രൂപ വർദ്ധിപ്പിച്ചു. 2000 രൂപ വീതം ലഭിക്കും. 12,500 തൊഴിലാളികൾക്കാണ് അർഹത. ഇതിനായി 2.50 കോടി രൂപ അനുവദിച്ചു. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി 50 കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു. മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത്. 3,79,284 തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കും. കയർ, മത്സ്യബന്ധനം, കൈത്തറി, ഖാദി, ഈറ്റ, കാട്ടുവള്ളി, തഴ, ബീഡി ആൻഡ് സിഗാർ മേഖലകളിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി 1,250 രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി MB രാജേഷ് അറിയിച്ചു. കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവഭത്ത 1000 രൂപയായിരുന്നു. 250 രൂപ വർദ്ധിപ്പിച്ച് 1,250 രൂപയാണ് ഇക്കുറി ഉത്സവഭത്ത നൽകുന്നത്. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ DYFI പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും നടത്തി. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറും നടത്തി. ഇന്ന് ഉച്ചയോടെയാണ് വടകരയിൽ ഷാഫി പറമ്പിലിനെ DYFI പ്രവർത്തകർ തടഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യവുമായാണ് DYFI പ്രവർത്തകർ ഷാഫിയുടെ കാർ തടഞ്ഞത്. കാറിൽ നിന്നിറങ്ങിയ ഷാഫി രൂക്ഷമായി പ്രതികരിച്ചതോടെ പോലീസ് ഷാഫിക്കും DYFI പ്രവർത്തകർക്കുമിടയിൽ നിരന്നു. തെറി പറഞ്ഞാൽ കേട്ടുനിൽക്കില്ലെന്നും ആരെയും പേടിച്ചു പോകില്ലെന്നുമായിരുന്നു എന്ന് കാറിൽ നിന്നിറങ്ങിയ ഷാഫിയുടെ പ്രതികരണം. അതിന് വേറെയാളെ നോക്കണം, നായ, പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടുനിൽക്കുമെന്ന് കരുതണ്ട. സമരം ചെയ്യാനുള്ള അവകാശം മാനിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യ് എന്നും സമരക്കാരോട് ഷാഫി പറഞ്ഞു. DYFI പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലകൊണ്ടതോടെ പോലീസ് വലയത്തിൽ നിന്നിറങ്ങിയ ഷാഫി കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട് ഹൈന്ദവീയം ട്രസ്റ്റ് ഹൌസ്. സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണെന്നുമാണ് ഹർജിയിലെ ആരോപണം. മതേതര സർക്കാരിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ലെന്നും അത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം മുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചിഴയ്ക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ദേവസ്വം ഫണ്ടിൽ നിന്നെടുക്കുന്ന പണമാണിതിനുപയോഗിക്കുന്നതെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിനനുസൃതമാകണം അതെന്നും
ഹർജിയിൽ പറയുന്നു. സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം. അധിക തീരുവ പ്രാബല്യത്തിലായതോടെ നഷ്ടം മറികടക്കാൻ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. UK, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മറ്റു യൂറോപ്യൻ യൂണിയൻ ധന്യവരും ഓസ്ട്രേലിയൻ തുടങ്ങിയവരുമായി ചർച്ച നടത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താനുള്ള നീക്കം സജീവമായി. ഏകദേശം 40 രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീരുവ വർധന മൂലം ഇന്ത്യയ്ക്ക് US വിപണിയിൽ ഉണ്ടാകുന്ന നഷ്ടം ഏകദേശം $4,800 കോടി അഥവാ 4.21 കോടി രൂപയാണ്. വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത്. ചർച്ച നടത്തിയ 40 രാജ്യങ്ങളിലാകെ $59,000 കോടി അഥവാ 51,766 കോടി രൂപയുടെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് 6% മാത്രമാണ്. ഇത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ, തോൽ ഉൽപ്പന്നങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്തും. യൂറോപ്പ്, പടിഞ്ഞാറൻ ഏഷ്യ എന്നീ മേഖലകൾക്ക് പുറമെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനായാണ് GST നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും വെറുതെ വിടാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കേസ് അന്വേഷണത്തിലും തുടർ നടപടിക്രമങ്ങളിലും CBI വരുത്തിയ വീഴ്ചകളാണ്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം കാണുന്നുവെന്നും മാപ്പുസാക്ഷികളുടെ മൊഴികളിൽ അന്വേഷണത്തിലെ ന്യൂനതകൾ ദൃശ്യമാണെന്നും ഉത്തരവുകൾ പറയുന്നു. സംശയത്തിനതീതമായി കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും തെറ്റായതും കളങ്കിതവുമായ അന്വേഷണം ചെന്നെത്തുക പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെടുന്നതിലായിരിക്കുമെന്നും അതുകൊണ്ടുതന്നെ കോടതി മുൻപാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ലെന്നും വ്യക്തമാക്കിയാണ് കേസിലെ 4 പ്രതികളെയും ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ബെഞ്ച് വെറുതെ വിട്ടത്. കേസിൽ 1-ാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കി. CBI അന്വേഷണത്തിലെ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ച തന്നെയാണ് കോടതി പ്രോസിക്യൂഷൻ പരാജയമായി പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. സപ്ലിമെന്ററി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് വിചാരണ കോടതിയായ സെഷൻസ് കോടതിയിലായിരുന്നുവെങ്കിലും CBI ഇത് സമർപ്പിച്ചത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. പ്രതികളാക്കപ്പെട്ടവരെ മാപ്പുസാക്ഷികളാക്കാൻ CBI അനുമതി തേടിയതും എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അതുകൊണ്ടുതന്നെ കോടതികളുടെ അധികാരപരിധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നു. മുൻപ് രേഖപ്പെടുത്തിയ തെളിവുകൾ സെഷൻസ് കോടതി കണക്കാക്കിയില്ലെന്നും ഇത് അവഗണിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. CBI നടത്തിയ അന്വേഷണം അടിസ്ഥാനപരമായി തന്നെ കളങ്കിതവും ന്യൂനതകളുമുള്ളതാണെന്ന് വിധിന്യായത്തിൽ കോടതി പറയുന്നു. അതിനുദാഹരണമായി ഒട്ടേറെ കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ FIR രജിസ്റ്റർ ചെയ്തതു മുതൽ അത് തുടങ്ങുന്നു. തുടരന്വേഷണം നടത്താനായിരുന്നു CBIയോട് ആവശ്യപ്പെട്ടതെങ്കിലും അവർ നടത്തിയത് പുനരന്വേഷണമായിരുന്നു. ഇതിനൊപ്പമാണ് സാക്ഷികളുടെ അറസ്റ്റും പിന്നീട് അവരെ മാപ്പുസാക്ഷിയാക്കലും. മാപ്പുസാക്ഷിയാകുന്ന ആൾ വിശ്വസനീയമായ സാക്ഷിയാണെന്നതിന് തെളിവുണ്ടാകണം. അതോടൊപ്പം മാപ്പുസാക്ഷിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന മറ്റു തെളിവുകളും ആവശ്യമാണ്. എന്നാൽ CBI കസ്റ്റഡിയിൽ അനുഭവിച്ചിരുന്ന മർദ്ദത്തെ തുടർന്നാണ് മാപ്പുസാക്ഷിയാകേണ്ടി വന്നത് എന്നാണ് ഇവർ പിന്നീട് മൊഴിയായി നൽകിയിട്ടുള്ളത്. ഇതാകട്ടെ പല മാപ്പുസാക്ഷികളും മുൻപ് നൽകിയിട്ടുള്ള മൊഴികൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടുതന്നെ മാപ്പുസാക്ഷികൾ പലരും സമർപ്പിച്ച തെളിവുകൾ കളങ്കിതമാണെന്നും സ്വതന്ത്രമായി പരിശോധിക്കാതെ അവയിന്മേൽ നടപടികൾ സാധ്യമല്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. CBI ഇത്തരത്തിൽ മാപ്പുസാക്ഷികളാക്കിയവരെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും അവർ സമർപ്പിച്ച തെളിവുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് കോടതി ഹർജിക്കാരെ വെറുതെ വിട്ടത്. നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കിള്ളിപ്പാലം കീഴാർന്നൂർ കുന്നുംപുറൻ വീട്ടിൽ ഉദയകുമാർ 28 തുടയിലെ രക്തധമനികൾ പൊട്ടി 2005 സെപ്റ്റംബർ 27 രാത്രി 10:30 മരിച്ചു എന്നായിരുന്നു കേസ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2008 ഓഗസ്റ്റിലാണ് അന്വേഷണം CBI ഏറ്റെടുത്തത്. ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന KG ചിത്തുകുമാർ, SV ശ്രീകുമാർ, പിന്നീട് DYSP ആയ അജിത് കുമാർ, മുൻ SP-മാരായ EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 1-ാം പ്രതി ജിത്തുകുമാരനും 2-ാം പ്രതി ശ്രീകുമാരനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി 2018 വധശിക്ഷ വിധിച്ചു. ഇതിൽ ശ്രീകുമാർ 2020 മരണപ്പെട്ടു. 4 മുതൽ 6 വരെ പ്രതികളായ അജിത് കുമാർ, EK സാബു, TK ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കൃത്രിമരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. 3 വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ. കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് സ്റ്റേഷനിലെ SI-യും സാബു CA-യും ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറുമായിരുന്നു.
മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഉരുട്ടിയ 22 ഗുരുതര പരിക്കുകൾ ഉദയകുമാറിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് ഉപയോഗിച്ച പൈപ്പ് കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു.